ബാലമുരളീകൃഷ്ണ സാറ് നമ്മളൊക്കെ മിലേസുരു മേരാത്തുമാര എന്ന് പറയുന്ന പാട്ട് ദൂരദർശനിൽ കണ്ടിട്ട് മാത്രം പരിചയമുള്ള ഒരാളാണ്. இசைந்தானம் இருவரின் சுரமும் நமதாகும் திசை வேறானாலும் ஆழி சேராறுகள் முகிலாய் மழையாய் பொழிவது போல் இசை നമ്മിസൈ. ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട് അതെ അതെ അതെ. ആ കടലിൻ്റെ സൈഡിൽ. അതൊരു സംഗീത കടൽ, അപ്പുറത്ത് ഒറിജിനൽ കടൽ. ഇപ്പൊ ഗുരുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ പഠിക്കാൻ ചെല്ലണമല്ലോ, അതെങ്ങനെ സംഭവിച്ചതെന്ന് പറയൂ സാർ. അല്ല, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അങ്കിള് വല്ലാതെ ഫാനായിരുന്നു ഗുരുജിക്ക്. അപ്പോൾ അന്ന കാലത്ത് ഈ പേജറും മൊബൈലൊന്നും ഇല്ല, ഇരുന്ന് എഴുതുക. അപ്പോൾ ഓരോ കച്ചേരി കഴിഞ്ഞിട്ട് ആ ഇന്നത് പാടിയത് നന്നായി ഇതിൻ്റെ അഭിപ്രായം. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു ഇവർ. അപ്പോൾ ബാലമുരളി സാർ ഇങ്ങോട്ട് മറുപടിയൊക്കെ അയക്കും വല്ലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ കാണാനൊരു ആക്സസ് ഉണ്ടായി. ഞാൻ പോകുന്നത് 6 വയസ്സ് 6.5 വയസ്സിലങ്ങാണ്. നമുക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ വീട്ടിലെല്ലാം മറ്റേ റെക്കോർഡല്ലേ. അപ്പോൾ അതിൽ നല്ല റോസാപ്പൂ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, അതാണ് ബാലമുരളി സാർ. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ കുഞ്ഞല്ലേ, അപ്പോൾ 6.5 വയസ്സിൽ എനിക്ക് എന്ത് തോന്നാൻ, അയ്യോ ആ റെക്കോർഡിലുള്ള അദ്ദേഹം ദാണ്ടേ മക്കളെ കാലെ പിടിച്ചോടരാ എന്നിട്ട് കാലയിലൊക്കെ തൊട്ട് തൊഴുത് ഇരിക്കാൻ പറഞ്ഞ് ഞാൻ അപ്പം പാടി. അന്ന് എന്തോ പാടുന്നതെന്ന് പോലും അറിഞ്ഞൂടാ. അദ്ദേഹത്തിൻ്റെ ഒരു വർണ്ണം തന്നെ പാടി കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, ഇവനെ എനിക്ക് പഠിപ്പിക്കണം. എനിക്ക് കിട്ടിയ ഓസ്കാർ അവാർഡാണ്, 1ാമത്തെ തൊട്ടം ആദ്യ വർഷം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സംഗീതം പഠിക്കാനാണ് ഞാൻ ചെന്നൈയിൽ വരുന്നത്. അതിൻ്റെ കൂടെ പിയാനോയും ഒക്കെ പഠിച്ചു. നമ്മുടെ നവാസ് അദ്ദേഹം ഇല്ലിപ്പോൾ, അദ്ദേഹത്തിൻ്റെ അടുത്താണ് ആദ്യം പോയി പഠിച്ചത്. അതൊക്കെ ഈ സൈഡിൽ കൂടെ നടന്ന് ഇടയ്ക്ക് ഒരു ഗിറ്റാർ പഠിക്കാൻ പോയി, അത് കുറച്ച് എല്ലാം ഇച്ചിരി തബല കുറച്ച്, പിന്നെ വയലിൻ, ഇതൊക്കെ ഒന്ന് തൊട്ട് വെച്ചു. രാജാസാറിനെ കാണുന്ന എപ്പോഴായിരുന്നു? രാജാസാറിനെ ഇവിടെ വന്നപ്പോഴേ കാണാനുള്ള ശ്രമം നടത്തി എനിക്ക് തോന്നുന്നു 14 16 ജോഡി ബാറ്റ ചെരുപ്പ് തേഞ്ഞിട്ടുണ്ട് നടന്നിട്ട്. കാണാൻ പറ്റിയില്ല. അത് ആ സമയത്ത് അദ്ദേഹം ഭയങ്കര പീക്കിൽ നിൽക്കുന്ന അവസരത്തിൽ അതൊന്നും പിന്നെ നടക്കാതായപ്പോൾ നീ പോട്ടെ, ഇനിയിപ്പോൾ രാജാസാറിന് പാടണ്ട അത് വെച്ച് നമുക്ക് ഒരു ഹോപ്പ്. ഇത് ചാവുന്നവരെ എൻ്റെ 72ാമത്തെ വയസ്സിൽ രാജാസാറ് വിളിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രതീക്ഷയോടെ മണ്ടത്തിലായിട്ട് ഇരിക്കേണ്ട എന്ന് തോന്നി. പിന്നെ ട്രൈ ചെയ്യൽ നിർത്തി, പോക്ക് നിർത്തി. നടക്കട്ടെ. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ രാജാസാറിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ എൻ്റെ പല ഫ്രണ്ട്സിനും അറിയാം ഞാൻ രാജാസാറെന്ന് പറഞ്ഞാൽ മരിക്കുമെന്ന്. അപ്പോൾ അവിടുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവന്മാരവിടെ വിളിച്ചു വന്നിട്ട് ഞാൻ വരുന്ന വഴിക്ക് എന്നെ കൈ കാണിച്ചെടുത്തിട്ട് വാടാ ശരവണ ഇപ്പോൾ ഒരു വട തിന്നാന്ന്. അങ്ങനെ എന്നെ കുറേ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിളി വന്നപ്പോഴും ഞാൻ വിചാരിച്ച് വട കാശ് പോകുന്ന പരിപാടിയാണ്, ഒന്ന് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ രാജാസാറിൻ്റെ സ്റ്റുഡിയോ തന്നെയാണ്. അപ്പോൾ ഒരു ആദ്യം ഉണ്ടായി എനിക്ക് വല്ലാണ്ട്, രാജാ സാർ എന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയി കുളിച്ചു. ഒന്നും കൂടെ രാവിലെ കുളിച്ചതാ, പിന്നെയും കുളിച്ച് ഒരു 10 മിനിറ്റ് ഒന്നിരുന്ന് ഒരു പ്രാക്ടീസ് ചെയ്തു ദൈവത്തിനെ വിചാരിച്ച്. നേരെ സാറിനെ പോയി കണ്ടു. അപ്പോൾ സാറിനെ കാണുമ്പോഴേക്കാണ് ഞാൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് നുള്ളി നോക്കുക, ഇത് നടക്കുന്നതാണോ ശരത്ത് ഒക്കാരെന്നൊക്കെ പറഞ്ഞു സംസാരിച്ച് പാട്ട് പറഞ്ഞു തന്നു. ഞാൻ പാടി, അത് ദൈവാധീനം. ഞാൻ പാടിയിട്ട് അദ്ദേഹം ഇത് രാജാസാറിൻ്റെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൺസേർട്ട് തൊട്ട് മുമ്പിലാണ് നമ്മളിന്ന് പാടേണ്ടത്. അത് ഒരു ഭീകര ടെൻഷനാണ്. കാരണം രാജാ സാർ ഒന്നും മാറി തരുമോ സാറെന്ന് കാലം വിട്ടാണ് ഞാൻ പാടുന്നത് ഇപ്പോൾ ഒക്കെ. അപ്പോൾ അത് സാറ് പാട്ട് പ്ലേ ചെയ്ത് അന്നപ്പോൾ ഡയറക്ടർ ബാല, അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് എല്ലാവരും ഉണ്ട്. ഒരു തവണ ഇവിടെ പ്ലേ ചെയ്ത് ഇത് വളരെ സങ്കടം പിടിച്ച പാട്ടാണ്. അപ്പോൾ അത് കേട്ട് സാറ് ചിരിച്ചുകൊണ്ട് നിൽക്കുക, ഇന്നൊരു പാട്ടി പ്ലേ ഉണ്ട്. എന്നിട്ട് എഞ്ചിനീയർ സാറിനെ ഇങ്ങനെ നോക്കുന്നു, കാര്യം ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. 2 വട്ടം കഴിഞ്ഞിട്ട് രാജാ സാർ എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ കവിളി പിടിച്ചിട്ട് നീ ഇത്ര നാൾ എവിടെ ആയിരുന്നു ചോദിച്ചു. അയ്യോ, ഒരൊറ്റ നിലവിളി എന്ന് പറഞ്ഞാൽ രാജാ സാർ പേടിച്ചു പോയി. രാജാ സാർ അദ്ദേഹത്തിൻ്റെ കടച്ചിപ്പെടുത്ത് എൻ്റെ കണ്ണീരൊപ്പേണ്ട സ്ഥിതി വരെ ഞാൻ അത്രയ്ക്ക് ആർദ്രമായിട്ട് നിലവിളിച്ചു. ഞാൻ കാര്യം സന്തോഷം കൊണ്ടാണ്. കാര്യം രാജാ സാറിൻ്റെ വായിൽ നിന്ന് എൻ്റെ അടുത്തോട്ടൊന്നും ഞാൻ വരച്ചത് തെറി വിളിക്കും, അത് കേൾക്കാം. രാജാ സാറിൻ്റെ വായിൽ നിന്നൊരു തെറി കേൾക്കാനും വേണം ഒരു ഭാഗ്യം എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് വന്ന് പറഞ്ഞപ്പോൾ ഇമോഷണലി ഞാൻ തകർന്നു പോയി. സാറിൻ്റെ അടുത്ത് പോലും പറയാതെ ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മുടെ ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോ വന്നിട്ട് ശേഖറിൻ്റെ അടുത്തും അവിടുത്തെ റെക്കോർഡിംഗ് എഞ്ചിനീയർ ശേഖറിൻ്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റുന്നില്ല, വീട്ടിൽ പോയിട്ട് വൈഫിൻ്റെ അടുത്തും പറയാൻ പറ്റുന്നില്ല. കാര്യം ഇത് എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. രാജാ സാർ ഒരു അസ്ഥാന സമയത്ത് വിളിച്ചിട്ട് അതൊരു ഉഗ്രം പാട്ട്, അത് നമ്മുടെ ബാലയുടെ പടത്തിൽ താരത്തപ്പട്ടെ എന്നുള്ള ഫിലിമിൻ്റെ പാട്ട്, ഉഗ്രം പാട്ട്. അതിങ്ങനെ ഇരുന്ന സമയത്ത് അതിരാവിലെ ഒരു 7 7:15 അദ്ദേഹം രാവിലെ 6 മണിക്ക് അങ്ങോട്ട് സ്റ്റുഡിയോ വരും.
7:15 കോൾ വന്നു ഇങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും തെറ്റ് പാടിയിട്ടുണ്ടാവും, അത് കറക്റ്റ് ചെയ്യാനാണ്. അപ്പം പറഞ്ഞു പോയി ഞാൻ. ഇപ്പോൾ സാർ ഇരിപ്പുണ്ട്. ശരത്, നീ പാടിയ പാട്ട് തന്നെ ആയിരുന്നു എൻ്റെ തലയിലൊക്കെ എന്ന്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് പിന്നെയും കരച്ചിലിൻ്റെ വക്കായി. പറഞ്ഞു സംഗീതത്തിന് വിലയില്ല. ഓക്കെ താനേ ആമാ സാർ. ഞാൻ പറഞ്ഞു ഈ പാടിയതിന് സാർ എനിക്ക് പൈസ തരല്ലേ ദയവ് ചെയ്ത്, ഇത് എൻ്റെ ഭാഗ്യമാണ്, എൻ്റെ ഒരു പുണ്യമായിട്ട് കരുതുകയാണ്. അതിന് സാർ ഇല്ല ഞാൻ சொல்கிறது കേള്. സാറ് സീരിയസ് ആയി. സംഗീതത്തിന് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല ശരത്ത് അല്ലേ. അപ്പം ഇളയരാജ മനസ്സ് നിറഞ്ഞെന്തെങ്കിലും ചെയ്താൽ നീ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പക്ഷേ പൈസ തരല്ലേ സാർ. പൈസ എല്ലാം ഇല്ല വാ എന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ ഒരു നവരത്ന മോതിരം ഇട്ട് തന്നു. അത് ഒരു 100 ഓസ്കാറിന് സമം. അല്ല ഒറ്റപ്പാട്ടേ പാടിയുള്ളൂ, അതിന് ഇത് കിട്ടിയ കാര്യം ആർക്കും ഒന്നും സാറ് ഇത്രയും പാട്ട് പാടിയ ചിത്ര ചേച്ചിക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഒരു പാളയംകോടൻ പഴം പോലും മേടിച്ച് കൊടുത്തിട്ടില്ല. ചേച്ചിക്ക് ആ വിഷമമുണ്ട്. ചേച്ചി മോതിരത്തിൽ പിടിച്ചിട്ട് കരഞ്ഞതിൻ്റെ പ്രധാനം അതിൻ്റെ പുറകിലുള്ളത് ഇതാണ് സംഭവം. ഒരു പഴം പോലും കിട്ടിയിട്ടില്ലടാ ശരത്തേന്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി. അതേ പറയുന്നുള്ളൂ. അല്ലാതെ അതൊക്കെ ഒരു സന്തോഷമല്ലേ. ഇത്രയും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊരു നല്ലത് കേൾക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. കാര്യം എല്ലാം അറിയാവുന്ന ഒരു മനുഷ്യനാണ്. കാര്യം എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, അദ്ദേഹം ഒരു അഹങ്കാരിയാണ്. അതല്ല, അദ്ദേഹം അത്രത്തോളം മ്യൂസിക്കലി അത്രയും ഉയർന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ചിലപ്പം കുറച്ച് ദേഷ്യം അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മൾ എന്താ പറയുക, അതൊക്കെ ലെജൻസ് അല്ലേ. അതെ, രാജാസാറിൻ്റെ ഫിലിം മ്യൂസിക് ഒരുപാടുണ്ട്. ഇപ്പം സാറ് പറയുന്ന സമയത്ത് ചിന്ന ചിന്ന വർണ്ണക്കുയിൽ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നത് അത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ പ്ലസൻ്റ് ആണ്. പക്ഷെ അതിനകത്തൊരു മെലഡി കിടപ്പുണ്ടാവും. മെലഡി കണ്ടുണ്ട്. അത് മാത്രമല്ല അദ്ദേഹം അറേഞ്ച് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ റീ റെക്കോർഡിങ് ചെയ്യുന്ന പോലെ ഒരു നിവൃത്തിയില്ല. വേറെ ആർക്കും സ്വപ്നം കാണാൻ പറ്റത്തില്ല. രജനീഷ് സാറിന് മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരുന്ന എത്രയോ പാട്ടുകൾ, എത്ര പാട്ടുകൾ. ഇത് വെള്ളை புறா ஒன்று போனது கையில் வராமலே, முதலெழுத்து தாய்மொழியில் தலையெழுத்து யார் மொழியில், என் ஆசைவான் வெளியிலோ வெள்ளை புறா ஒன்று ஏங்குது கையில் വരാമലേ. എത്ര പാട്ടുകൾ. പൂമാലൈ വാങ്ങി വന്താൻ പൂക്കൾ ഇല്ലയേ, செவியில்லை இங்கொரு இசைக்கெதற்கு, விழியில்லை இங்கொரு விளக்கெதற்கு, நாளும் நாளும் அவள் நினைவில் இவன் அழுது பூமாலை வாங்கி வந்தான், பார்த்த விழி பார்த்தபடி பூத்து இருக்க, കാത്തിരുന്ന കാഴ്ച ഇങ്ങ് കാണ കിടക്ക. അസാധ്യ പാട്ട്. പാവനി എന്നുള്ള രാഗമാണിത്. ഈ രാഗമൊന്നും അങ്ങനെ ആരും എടുത്ത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ഫീലാണ്. പക്ഷേ ഈ പാടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കൺമണി അൻപോട് കാതലൻ നാൻ, അതാണ് ഭീകരൻ. ഇപ്പോഴും പറയേണ്ട കാര്യം. എത്ര അദ്ദേഹത്തിന് എത്ര പാട്ടുകൾ. വേദം നീ ഇനിയനാദം നീ, நிலவு நீ கதிரும் நீ, அடிமை நான் தினமும் ஓதும் வேதம் நீ, இனியநாதம் நீ.